ഇപ്പോൾ എം കെ ഹരിദാസും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എം കെ ഹരിദാസ്, ആരുടെ ഭാഗത്താണ് കുറ്റം എന്നാണ് ചോദിക്കേണ്ടി വരുന്നത്? ഇത് ഇങ്ങനെ ഒരു വലിയ ഒരു ക്രെഡിറ്റ് എടുക്കാൻ മുന്നിലുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും, ഫ്ലക്സ് ബോർഡുകളും വെച്ചു. എന്നിട്ട് ഇത് ഇടിഞ്ഞു വീഴുമ്പോൾ ഇവരൊക്കെ എവിടെ പോയി എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷം ചോദിക്കുന്ന സമയത്ത് ഈ നിർമ്മാണ കമ്പനി ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഈ നിർമ്മാണ കമ്പനിയെ കുറിച്ച് ചോദിക്കേണ്ടേ? KNR കൺസ്ട്രക്ഷൻസ് ആണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ എം ഡി കെ നരസിംഹ റെഡ്ഡി, അദ്ദേഹം കോൺഗ്രസിന്റെ ലോക്സഭാ അംഗമായിരുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ? ഏത് തരത്തിലേക്കാണ് ഈ വിഷയം മാറുന്നത് മഴക്കാലം തുടങ്ങുമ്പോഴേക്കും? നികുതി പണം പങ്കുവെച്ചെടുക്കുന്ന കാര്യത്തില് കേരളത്തിൽ കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്നോ CPM എന്നോ CPI എന്നോ ഒരു വ്യത്യാസമില്ല. പറഞ്ഞ നികുതി പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇവർ തലയിൽ മുണ്ടിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇതിന്റെ അർഹത കിട്ടും. അർഹതപ്പെട്ടത് അവരിലേക്ക് എത്തിച്ചേരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളിലും പലതും കണ്ണടയ്ക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് ഈ പറഞ്ഞ എന്ത് റെഡിയാണ്, ആ റെഡി ആരാണ്? കോൺഗ്രസ്സുകാരനാണ്. ഇത് ആ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതൊന്നും പറയണ്ട. ഇപ്പൊ ചാവക്കാട് നിന്ന് റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്, മറ്റു പലയിടത്തും. അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന മഴയിൽ കേരളത്തിൽ കാണുന്നത് വളരെ ഒരു മാനറീസത്തോട് കൂടിയിട്ടുള്ള ഈ റോഡ് ഇടിഞ്ഞു താഴുന്ന പ്രവർത്തികൾ നമ്മൾ കാണേണ്ട ഗതികേട് നമ്മുടെ കേരളത്തിലെ നികുതിദായകർക്ക് ഉണ്ടായിരിക്കുകയാണ്. നോക്കി ഈ പ്രൈമറി കൺസ്ട്രക്ഷൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ കൺസ്ട്രക്ഷനിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫോൾട്ട് പ്രൈമറി സ്റ്റേജിൽ വരും. അതിനെയാണ് ഈ സോഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം. അതായത് എം കെ ഹരിദാസാണ് പ്രതികരിച്ചത്. ഏതായാലും തൃശ്ശൂര് ഈ ചാവക്കാട് മണത്തലയിലും ദേശീയപാതയിൽ വിള്ളൽ വീണിരിക്കുന്ന ഒരു സാഹചര്യം. നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലാണ് 50 മീറ്ററിലേറെ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ സ്ഥലത്തെത്തി ടാറിട്ട് വിള്ളൽ അടയ്ക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് ചവറ പാലത്തിന്റെ വശത്തെ കോൺക്രീറ്റ് ഭിത്തി അടർന്നു വീണ വാർത്ത മറ്റൊരു വശത്ത് വരുന്നു. മണിക്കൂറുകളോളം ഈ പ്രദേശത്ത് ഗതാഗതം മുടങ്ങിയിരിക്കുന്നു. തിങ്കളാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. വശങ്ങൾ ഇടിഞ്ഞപ്പോൾ പാലത്തിലൂടെ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിലും കാര്യമായ അപകടമുണ്ടായില്ല. പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിനായി ഇവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിയതാണ് അപകടത്തിനിടയാക്കിയത്. സമീപത്തെ മണ്ണൊലിച്ചുപോയി. പാലത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീണു. പാലത്തിന്റെ ഒരു ഭാഗത്തെ കോൺക്രീറ്റിലുണ്ടായ വിള്ളൽ മഴ പെയ്തതോടെ വലുതാകുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണ് അടർന്നു മാറിയ സ്ഥലത്ത് വലിയ കോൺക്രീറ്റ് ബീം സ്ഥാപിച്ച് ഒരു ഭാഗത്തുകൂടി മാത്രം വാഹനങ്ങൾ കടത്തിവിടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി.